Hey guys, welcome back to my channel Roopesh Tech Zone. ഈ ഒരു ഫിറ്റ് പ്രോയുടെ ഒരു കിടുക്കാച്ചി വാച്ചാണ് നമ്മൾ അൺബോക്സ് ചെയ്യാനായിട്ട് പോകുന്നത്. അൺബോക്സിങ് മാത്രമല്ല, ഈ ഒരു പ്രോഡക്റ്റ്, ഈ ഒരു ഫിറ്റ് പ്രോയുടെ വാച്ച് എങ്ങനെ നമ്മുടെ ഫിറ്റ് പ്രോ ആപ്ലിക്കേഷനുമായിട്ട് കണക്ട് ചെയ്യാമെന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. എങ്ങനെ ഈ ഒരു ഫിറ്റ് പ്രോയുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം, അതുപോലെ തന്നെ അത് ഡൗൺലോഡ് ചെയ്യാനുള്ള QR കോഡ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു യൂസർ മാനുവൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു യൂസർ മാനുവൽ, ഏതൊരു പ്രോഡക്റ്റിൻ്റെ യൂസർ മാനുവൽ വായിച്ചു കഴിഞ്ഞാൽ എല്ലാവരും സാധാരണ അവസ്ഥയിൽ നിന്ന് ഈ ഒരു അവസ്ഥയിലോട്ട് മാറിപ്പോവാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഈ ഒരു സംഭവം ഉൾപ്പെടുത്താനുള്ള കാരണം ഇത് തന്നെയാണ്. എങ്ങനെ ഈ ഒരു ആപ്ലിക്കേഷനുമായിട്ട് നമ്മുടെ ഈ ഒരു വാച്ച് കണക്ട് ചെയ്യാമെന്ന് നമ്മൾ പറയുന്നുണ്ട്. നമ്മുടെ ചാനലിലെ ഈ ഒരു വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. തൊട്ടടുത്താണെന്ന് ഒരു ബെൽ ബട്ടണോടെ ക്ലിക്ക് ചെയ്തിട്ട് ഓളെന്ന് സെലക്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് ഇതേ നോട്ടിഫിക്കേഷൻ ഇവിടെ ടക്ക് എന്ന് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. നീ എൻ്റെ നാട്ടിലൊന്ന് അന്വേഷിച്ചപ്പോൾ ഞാൻ ആരായിരുന്നു നീ അന്വേഷിച്ചത്, ഞാൻ എന്തായിരുന്നു നീ അന്വേഷിച്ചത്. ഫ്രണ്ട്സ്, ഈ ഒരു ബോക്സിലാണ് നമ്മുടെ പ്രൊഡക്റ്റ് വന്നിരിക്കുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ളൊരു പാക്കിങ് തന്നെയാണ് വന്നിരിക്കുന്നത്. മുമ്പിൽ കാണുന്ന ആ ഒരു എഴുത്ത്, ആ ഒരു സ്റ്റിക്കർ അല്ലാതെ മറ്റെവിടെയും ഒരു സ്റ്റിക്കറോ എഴുത്തോ കാര്യങ്ങളൊന്നും ഈ ഒരു ബോക്സിൽ കൊടുത്തിട്ടില്ല. നമ്മുടെ ഈ ഒരു വാച്ചിൻ്റെ മോഡൽ എന്ന് പറയുന്നത് വാച്ച് T500 എന്നാണ് നമ്മുടെ ഈ ഒരു വാച്ചിൻ്റെ മോഡൽ വരുന്നത്. നമുക്ക് ഏതായാലും നമ്മുടെ ഈ ഒരു ബോക്സ് ഒന്ന് തുറന്ന് നോക്കാം. ദേ ഗായ്സ്, ഉള്ളിൽ നല്ല സേഫ്റ്റി തന്നെയാണ് കേട്ടോ നമ്മുടെ പ്രൊഡക്റ്റ് വെച്ചിരിക്കുന്നത്. നിങ്ങൾ കാണാനായിട്ട് സാധിക്കും, നമ്മുടെ രണ്ട് സൈഡിലായിട്ട് സ്ട്രാപ്പ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സെൻറ്ററിലായിട്ടാണ് നമ്മുടെ ആ ഒരു വാച്ച്. നല്ല സേഫ്റ്റി തന്നെയാണ് കേട്ടോ നമ്മുടെ പ്രൊഡക്റ്റ് ഇരിക്കുന്നത്. ഫ്രണ്ട്സ്, ഞാനിപ്പോൾ നമ്മുടെ വാച്ച് പുറത്തെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മുടെ ഈ ഒരു വാച്ച് നിർമ്മിച്ചിരിക്കുന്നത്. കർവ് ഡിസ്പ്ലേ ആയിട്ടാണ് വരുന്നത്. താഴെ വീണാലൊന്നും പെട്ടെന്ന് പൊട്ടിപ്പോവാത്ത രീതിയിലുള്ള ആ ഒരു സ്റ്റൈലിലാണ് നമ്മുടെ ഈ ഒരു വാച്ച് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഒരു ബോക്സിൽ മുകളിലായിട്ട് ഇനി നമുക്ക് രണ്ട് സ്ട്രാപ്പുകളാണ് കിട്ടുന്നത്. ഇത് നല്ല അടിപൊളി സ്ട്രാപ്പ് തന്നെയാണ് കിട്ടുന്നത്. അത്യാവശ്യം ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത്. എനിക്ക് അത്യാവശ്യം ക്വാളിറ്റി കുറഞ്ഞതായിട്ട് തോന്നിയത് ഈ ഒരു സ്ട്രാപ്പാണ്. കാരണം ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ഇതുപോലൊന്നും വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്. കാണാൻ നല്ല ഡിസൈനും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ഇത് ഇവിടെയായിട്ട് പൊട്ടിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ ഒരു ബോക്സിൽ നമുക്കിനി വേറെ എന്തൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട് നമുക്കൊന്ന് നോക്കാം. ഞാൻ ആദ്യം ഈ ഒരു സംഭവം ഒന്ന് റിമൂവ് ചെയ്യാണ്. ഇതൊക്കെ വെറുതെ വെച്ചേക്കാണ് ഗൈസ്, അത് അത്ര വലിയ ഉറപ്പും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. പിന്നീട് നമുക്കൊരു ചാർജിങ് ചെയ്യാനുള്ളൊരു സംഭവമാണ് തോന്നുന്നു. ഒരു ചാർജ് ചെയ്യാനുള്ള സംഭവമാണ് നമുക്ക് കിട്ടുന്നത്. USB കണക്ട് ചെയ്യാനുള്ള, നമ്മുടെ ചാർജറിലോട്ട് USB കണക്ട് ചെയ്യാനുള്ളൊരു സംഭവമാണ് കേട്ടോ ഇവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കതൊന്ന് തുറന്ന് നോക്കാം, എന്താണിതെന്ന് നോക്കാം. ഗൈസ്, നമ്മുടെ ആ ഒരു വാച്ച് ചാർജ് ചെയ്യാനുള്ളൊരു സോക്കറ്റ് പോലൊരു സംഭവം നമ്മുടെ ഈ സാധാരണ സ്മാർട്ട് വാച്ചിനൊക്കെ ഉണ്ടാകുന്ന അതുപോലെയുള്ളൊരു മാഗ്നറ്റിക് ചാർജർ എന്നുള്ളൊരു രീതിയിലുള്ളൊരു സംഭവമാണ് വന്നിരിക്കുന്നത്. ദേ ഇവിടെയായിട്ട് നമ്മുടെ ആ ഒരു വാച്ചിലും കണക്ട് ചെയ്യാനുള്ള ഒരു പോർട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടായിരിക്കും. നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പിന്നീട് നമുക്കൊരു യൂസർ മാനുവലാണ്. ദേ ഗായ്സ്, ഇതിൽ ഫുള്ള് ചൈനീസ് ആണല്ലോ ഗായ്സ്. നമ്മളെ അവർ പറ്റിച്ചെന്നാണ് തോന്നണത് ഗായ്സ്. അല്ല ഗായ്സ്, ദേ ഇവിടെ ഇംഗ്ലീഷായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇംഗ്ലീഷ് ആണെങ്കിലും നമുക്ക് അത്ര വലിയ പിടുത്തം കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല, എങ്കിലും കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദേ ഇഷ്ടം പോലെ സംഭവം ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഫ്രീ ആയിരുന്ന ടൈമിലൊക്കെ ഇരുന്ന് വായിച്ച് നോക്കുക. ഞാനിപ്പോൾ ഏതായാലും അത് ഒഴിവാക്കിയിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ ഈ ഒരു വാച്ചിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കാം. നമുക്ക് ഇവിടെ മുകളിലായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു സ്റ്റിക്കറാണ്. അതുപോലെ തന്നെ ബാക്കിലും ഈ ഒരു സെൻസറും കാര്യങ്ങളൊന്നും സ്ക്രാച്ച് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട്, ഇത് പോകുന്നില്ലല്ലോ ഗൈസ്. ദേ ഇവിടെയായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും 4 സെൻസറും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. സെൻട്രലായിട്ട് LED ആയിരിക്കും വരിക. പിന്നീട് ഇവിടെയാണ് ആ ഒരു ചാർജിങ് കണക്റ്റ്, ആ ഒരു ചാർജറിൻ്റെ ആ ഒരു സംഭവം കണക്ട് ചെയ്യാനുള്ളൊരു സംഭവമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം ക്വാളിറ്റി തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത്. മെറ്റീരിയലും കാര്യങ്ങളും, യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയലും കാര്യങ്ങളും നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ മെറ്റീരിയൽ ഉപയോഗിക്കുന്ന അതുപോലെ തന്നെ നല്ല അടിപൊളി ക്വാളിറ്റി തന്നെയാണ് വന്നിരിക്കുന്നത്. ദേ ഇവിടെ ആയിട്ട് 2 ബട്ടണും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സ്പീക്കറും മൈക്കും ഈ ഒരു പ്രോഡക്റ്റിൽ നമുക്ക് അവൈലബിൾ ആണ്. ദേ ഇവിടെ കൊടുത്തിരിക്കുന്ന മൈക്ക്, ദേ ഈ ഭാഗത്തായിട്ടാണ് സ്പീക്കർ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സ്മാർട്ട് വാച്ച് ഉപയോഗിച്ച് കോൾ ചെയ്യാൻ സാധിക്കുന്നുള്ള കാര്യം ഉറപ്പായിട്ടുണ്ട്. മുകളിൽ കാണുന്ന ഈ ഒരു സ്റ്റിക്കർ കൂടെ ഞാനൊന്ന് റിമൂവ് ചെയ്യുകയാണ് കേട്ടോ ഗൈസ്. മച്ചന്മാരെ നല്ല അടിപൊളി ഡിസൈനിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. ദേ ഗൈസ്, നല്ല തിളക്കമൊക്കെ ഉണ്ടല്ലോ. നൈസായിട്ട് ഗൊറില്ല ഗ്ലാസ് പ്രൊട്ടക്ഷൻ ഉണ്ടോ എന്നൊരു ഡൗട്ടുണ്ട്.
ഈ കാണുന്ന ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് പിടിച്ചിട്ടാണ് നമ്മളിത് ഓൺ ചെയ്യാനായിട്ട് പോകുന്നത്. ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ബാറ്ററി നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കില്ല. നമ്മൾ ആദ്യം ഈ ഒരു സ്ട്രാപ്പ് കാര്യങ്ങളൊക്കെ ഇതിൽ വെച്ച് കൊടുക്കുകയാണ്. മുകളിലായിട്ട് വേണം കേട്ടോ ഈ ഒരു സ്ട്രാപ്പ് വെച്ച് കൊടുക്കാൻ. നമ്മുടെ ഈ ഒരു ഇടയിലൊരു ദ്വാരമുള്ള ഈ ഒരു സ്ട്രാപ്പ് വെച്ച് കൊടുക്കാൻ നമ്മൾ മുകളിലായിട്ട് വേണം വയ്ക്കാനായിട്ട്. ഇങ്ങനെ വെച്ച് ജസ്റ്റ് ഒന്ന് നീക്കി കൊടുത്താൽ ഇത് സെറ്റ് ആവുന്നതായിരിക്കും. ആ ഒരു സ്ട്രാപ്പ് നമ്മൾ അടിപൊളിയായിട്ട് തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റൊരു സ്ട്രാപ്പ് കൂടെ ഇതിൽ വെച്ച് കൊടുക്കണം. ഈ ഒരു പ്രോഡക്റ്റിൽ സിമ്മോ മെമ്മറി കാർഡോ ഒന്നും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇതിൽ ഇൻബിൽഡായിട്ട് വരുന്ന മെമ്മറി കാർഡ് കപ്പാസിറ്റിയാണ്, സ്റ്റോറേജ് കപ്പാസിറ്റിയാണ് ഉള്ളത്. ഈ പ്രോഡക്റ്റിൽ ബ്ലൂടൂത്ത് അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സ്മാർട്ട് വാച്ചിൻ്റെ മുഴുവൻ കൺട്രോളും നമ്മുടെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മൾ 2 സ്ട്രാപ്പും അടിപൊളിയായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഉറപ്പും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഇനി ജസ്റ്റ് നമ്മുടെ കയ്യിലൊന്ന് കെട്ടി നോക്കുകയാണ്, എങ്ങനെ കാണാൻ വലിയ ലുക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടോ നോക്കുകയാണ്. ഗായ്സ് എങ്ങനെയുണ്ട്, കൊള്ളാവോ? നമ്മുടെ കയ്യിൽ ഈ ഒരു വാച്ച് സേഫ്റ്റി ആയിട്ട് നിൽക്കാനായിട്ട് നിങ്ങൾ ഇതുപോലെയാണ് ചെയ്യേണ്ടത്. ഈ ഒരു ഹോളിലൂടെ ഈ ഒരു സംഭവം ജസ്റ്റ് കയറ്റി വെച്ചുകൊണ്ട് നമ്മൾ ഈ ഒരു സംഭവം ആ ഒരു ഹോളിലോട്ട് ഈ ഒരു ദ്വാരത്തിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഗായ്സ് സംഭവം വേറെ ലെവലാണ് കേട്ടോ ഗായ്സ്. നല്ല അടിപൊളി ലുക്കിലാണ് കേട്ടോ പ്രോഡക്റ്റ് വന്നിരിക്കുന്നത്. നല്ല അടിപൊളി ലുക്ക് തന്നെയാണ്. നമ്മുടെ കയ്യിൽ കെട്ടിക്കഴിഞ്ഞാലും സംഭവം നല്ല നീറ്റായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഗായ്സ്. എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതിന് ഈ ഒരു കർവ് ഡിസ്പ്ലേ. ഈ ഒരു ഡിസ്പ്ലേ എന്താണ് അവസ്ഥ നമ്മൾ നോക്കിയിട്ടില്ല. പക്ഷേ ഈ ഒരു കാണുന്ന ഈ ഒരു ഗ്ലാസ് നല്ല കർവിലായിട്ട് നല്ല അടിപൊളിയായിട്ടാണ് വന്നിരിക്കുന്നത്. എന്തായാലും നമുക്ക് ഒന്ന് പവർ ഓൺ ചെയ്ത് നോക്കാം. അതിനായിട്ട് നമ്മൾ നേരത്തെ കാണിച്ചെന്ന ഈ ഒരു താഴെ കാണുന്ന സ്വിച്ച് ഒന്ന് ക്ലിക്ക് ചെയ്ത് പിടിക്കുകയാണ് നമ്മൾ വേണ്ടത്. ഗായ്സ് ഈ ഒരു വാച്ചിൻ്റെ വീട്ടുപേരൊക്കെ ഇവിടെ എഴുതി കാണിച്ചിട്ടുണ്ട്, ഫിറ്റ് പ്രോ എന്ന് എഴുതി കാണിച്ചിട്ടുണ്ട്. ഗായ്സ് ഫുള്ള് ബട്ടർഫ്ലൈ ആണല്ലോ ഗായ്സ്. തുടക്കത്തിൽ തന്നെ പൂമ്പാറ്റയാണല്ലോ ഗായ്സ്. ഇനി എന്താ അവസ്ഥ എന്നറിയില്ല, മൊത്തത്തിൽ പാറി പറക്കായിരിക്കും ചിലപ്പോൾ. ഇനി എത്രത്തോളം ഫേസസ് ഈ ഒരു വാച്ചിൽ അവൈലബിൾ ആണെന്ന് നോക്കാം. ആദ്യം ഞാനതൊന്ന് റിമൂവ് ചെയ്യണ്ടോ, കയ്യിൽ നിന്ന് റിമൂവ് ചെയ്യണേ, കാരണം നിങ്ങൾക്ക് ശരിക്ക് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എത്രത്തോളം ഫേസസ് ഉണ്ടോ എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. 2, 3, 4, 5, 6, 7, 7 ഗായ്സ് 7 കിടുക്കാച്ച് ഫേസസ് ആണ് ഈ ഒരു വാച്ചിൽ വന്നിരിക്കുന്നത് കേട്ടോ. നമുക്ക് പെട്ടെന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് മുകളിൽ നിന്ന് താഴോട്ട് താഴോട്ട് സ്വൈപ്പ് ചെയ്താൽ നമുക്ക് എന്തൊക്കെ സംഭവങ്ങൾ പെട്ടെന്ന് കൺട്രോൾ ചെയ്യുന്ന സംഭവങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ താഴെ നിന്ന് മുകളിലോട്ടാണെങ്കിൽ നമുക്ക് ആ ഒരു ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഞാനിപ്പോൾ ഈ ഒരു ഹേർട്ട് റേറ്റ് എന്ന് പറഞ്ഞ സംഭവമാണ് ഓണാക്കി വെച്ചിരിക്കുന്നത്. നിങ്ങൾക്കിവിടെ കാണാനായിട്ട് സാധിക്കും, ഒരു ഗ്രീൻ കളർ LED ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ എൻ്റെ കയ്യിലൊന്ന് വെച്ച് നോക്കുകയാണ്, എത്രത്തോളം റേറ്റ് ഉണ്ടോ നമുക്ക് നോക്കാം. ഗായ്സ് ഒന്നും കാണിക്കുന്നില്ലല്ലോ ഗായ്സ്. സത്ത് പോയോ? അല്ലെങ്കിൽ വാച്ച് ചത്തു, അല്ലെങ്കിൽ ഞാൻ ചത്തു ഗായ്സ്. മച്ചന്മാരെ കിട്ടി 78. ഓ മൈ ഗാഡ്. എത്ര അതിൻ്റെ ലിമിറ്റും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. എങ്കിലും നമ്മളൊരു ഓമൈക്കോട്ട് ഇട്ടിട്ടുണ്ട്, കിടക്കട്ടെ. ഇതിൽ വേറെയും കുറേ കിടിലം ഫ്യൂച്ചേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സ്റ്റെപ്പ് മീറ്റർ, അതായത് പെഡോമീറ്ററും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ എത്ര സ്റ്റെപ്പ് നടന്നു കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിതിലുള്ള എല്ലാ ആപ്ലിക്കേഷനും ഇപ്പോൾ ചെക്ക് ചെയ്യാനായിട്ട് ടൈമില്ല, കാരണം നമ്മുടെ ഈ ഒരു വീഡിയോ വളരെ ലെങ്ത്ത് കൂടി പോകും. അതുകൊണ്ട് തന്നെ എങ്ങനെ നമുക്ക് ഇനി ഫിറ്റ് പ്രോ ആപ്ലിക്കേഷനുമായിട്ട് കണക്ട് ചെയ്യാമെന്ന് നോക്കാം. ഫ്രണ്ട്സ്, ഇതിൻ്റെ ഒരു കിടിലം ഫീച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു വാച്ച് കയ്യിൽ കെട്ടിക്കൊണ്ട് നടന്നാൽ മതി. നമ്മൾ ഈ ഒരു പെഡോമീറ്ററും കാര്യങ്ങൾ ഓൺ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അവർ റീഡ് ചെയ്യുന്നതായിരിക്കും. ഗായ്സ് 2 കിടിലം സ്റ്റൈൽസാണ് ഈ ഒരു പ്രോഡക്റ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മുടെ ആ ഒരു ആപ്പിളിൻ്റെ വാച്ചിൻ്റെ ആ ഒരു സ്റ്റൈലും ഇതിൽ അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാമെന്ന് നോക്കാം കേട്ടോ. ആപ്ലിക്കേഷൻ എങ്ങനെ കണക്ട് ചെയ്യാമെന്ന് നോക്കാം. ഫ്രണ്ട്സ്, നമുക്ക് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ കൂടെ ലഭിക്കുന്ന ഈ ഒരു യൂസർ മാനുവലിൽ ഒരു QR കോഡ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു ഫിറ്റ് പ്രോ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾ അത്ര റിസ്ക് എടുത്തൊന്നും പോകണ്ട. വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ലിങ്ക്. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ജസ്റ്റ് ഇതൊന്ന് സ്കാൻ ചെയ്തിട്ട് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്ന് കാണിച്ചു തരാം. നമ്മുടെ മൊബൈൽ ഫോണിൽ ഒരു സ്കാനർ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് ജസ്റ്റ് ഈ QR കോഡ് ജസ്റ്റ് ഒന്ന് കണ്ടാൽ മാത്രം മതി ഗൈസ്. നെറ്റ് ഓൺ ആയിരിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ലിങ്ക് കിട്ടും. ഗോ ടു വെബ്സൈറ്റ് എന്ന് പറഞ്ഞ ആ ഒരു താഴെ കാണുന്ന ആ സംഭവത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഏതാണോ ഈ ഒരു ലിങ്ക് എവിടെ നിന്നാണോ വന്നിരിക്കുന്നത്, ഏത് വെബ്സൈറ്റ് ആണോ ആ വെബ്സൈറ്റിലോട്ട് പോകുന്നതായിരിക്കും. ഞാനിപ്പോൾ ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ക്രോം സെലക്ട് ചെയ്തിട്ടുണ്ട്. എങ്ങോട്ടാണ് പോകുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മൾ നേരിട്ട് പ്ലേ സ്റ്റോറിലോട്ടാണ് എത്തുക. ഇവിടെ ഫിറ്റ് പ്രോ പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ഞാൻ ഓൾറെഡി ഈ ഒരു മൊബൈൽ ഫോണിൽ ഡൗൺലോഡ് ചെയ്ത് വെച്ചതായതുകൊണ്ട് ഇവിടെ ഓപ്പൺ എന്നാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് ഇൻസ്റ്റാൾ എന്നായിരിക്കും കാണിക്കുക. അപ്പോൾ നിങ്ങൾ ആ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. ഫിറ്റ് പ്രോ എന്ന് പറഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഞാനിപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി എന്തൊക്കെ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു തരാം.
നമ്മളിനി താഴെ കാണുന്ന ഈ ഒരു രണ്ടാമതായിട്ട് കാണുന്ന ഈ ഒരു ഓപ്ഷനിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഈ ഒരു ഫിറ്റ് പ്രോ ആപ്ലിക്കേഷനിൽ ഏറ്റവും താഴെ രണ്ടാമതായിട്ട് കാണുന്ന ഓപ്ഷനിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അതിനു മുമ്പായിട്ട് നിങ്ങൾ ഈ ഒരു ബ്ലൂടൂത്ത് ഓൺ അല്ലേ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആവും, പക്ഷേ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാരണം ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആവാതിരിക്കാറുണ്ട്. ഇനി നിങ്ങൾ ഈ ഒരു ഓപ്ഷനിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഈ ഒരു ഗ്രീൻ ഐക്കണിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. എന്നിട്ട് ചോദിക്കുന്ന പെർമിഷനും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് അലോ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ആ ഒരു ഫിറ്റ് പ്രോ വാച്ചിൻ്റെ ആ ഒരു സംഭവം മുകളിലായിട്ട് വന്നിട്ടുണ്ട്. ഒരു QR കോഡ് സ്കാൻ ചെയ്യാനുള്ള സംഭവം വന്നിട്ടുണ്ട്. അലോ ചെയ്ത് കൊടുക്കുക. നമ്മുടെ വാച്ചിൽ നമ്മൾ ആ ഒരു QR കോഡ് എടുത്ത് വെക്കണം കേട്ടോ. എന്നിട്ട് ഇതുപോലെ നിങ്ങളൊന്ന് സ്കാൻ ചെയ്യുമ്പോൾ നൈസായിട്ടൊരു വൈബ്രേറ്റിംഗ് ഉണ്ടായിരിക്കും. ഇനി നിങ്ങൾ ഈ മുകളിൽ കാണുന്ന ഈ ഒരു വാച്ചിൻ്റെ പടത്തിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓരോരോ സംഭവങ്ങൾ ഇങ്ങനെ കണക്റ്റായി കംപ്ലീറ്റ് ആയിട്ട് വന്നുകൊണ്ടേയിരിക്കും. ദേ ഇപ്പോൾ എല്ലാ സംഭവങ്ങളും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ഒരു വാച്ചും മൊബൈൽ ഫോണും കണക്റ്റ് ആയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു രണ്ടാമത്തെ ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ കാണുന്ന ഈ ഒരു ഫൈൻഡ് എന്ന് പറഞ്ഞ് സംഭവത്തിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വാച്ച് ഇതുപോലെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മുടെ ഈ ഒരു രണ്ട് സംഭവങ്ങളും കണക്റ്റ് ആയിട്ടുണ്ടായിരിക്കുള്ളൂ കേട്ടോ. ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് ആ ഒരു വാച്ച് മുഴുവനായിട്ട് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഇത് ഉൾപ്പെടുത്താനായിട്ട് സാധിക്കില്ല. അതേ ഇപ്പോൾ കണ്ടോ, നിങ്ങൾ റിമോട്ട് ക്യാമറയാണ് ഓൺ ആയിട്ടിരിക്കുന്നത്. നമ്മുടെ ആ ഒരു വാച്ച് ഉപയോഗിച്ച് നമുക്ക് ഫോട്ടോസ് എടുക്കാനായിട്ട് സാധിക്കും. എന്നാൽ നല്ല അടിപൊളി ക്ലിയർ തന്നെ എടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. കാരണം നമ്മുടെ മൊബൈൽ ഫോണിലെ ക്യാമറയാണ് ഓൺ ആവുക. ഈ ഒരു ആപ്ലിക്കേഷനെ കുറിച്ച് ഇനിയും വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. കാരണം ഈ ഒരു വീഡിയോയിൽ നമുക്കിത് ഉൾപ്പെടുത്താനായിട്ട് സാധിക്കില്ല. നമ്മുടെ ഈ ഒരു വീഡിയോ വളരെ ലെങ്ത് ഇപ്പോൾ തന്നെ കൂടിപ്പോയിട്ടുണ്ട്. നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓളെന്ന് സെലക്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് കാണാൻ ഞാൻ രൂപേഷ് സൈനിങ് ഔട്ട്.